മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇടുക്കിയിലെ അരിക്കൊമ്പന്റെ ദൗത്യമാണ്. അരിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം ഇന്നലെ വരെ ഞായറാഴ്ചയാണ് ദൗത്യം മയക്കുവെടി വെക്കുമെന്ന് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഹൈക്കോടതി വിലക്കിയതിനെ തുടർന്ന് 29-ാം തീയതി വരെ ഹൈക്കോടതി വിലക്കിയിരിക്കുകയാണ് അരിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം. അരിക്കൊമ്പൻ ദൗത്യത്തിന്റെ ഭാവി തീരുമാനിക്കാൻ വനവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട്. കോട്ടയത്താണ് ഉന്നത യോഗം ചേരുന്നത്. ഹൈക്കോടതിയിൽ സ്വീകരിക്കേണ്ട നിലപാടിനെക്കുറിച്ചാകും പ്രധാന ചർച്ച. വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ട് അജി കുഞ്ഞുമോൻ ചേരുന്നുണ്ട്. അജി, വനവകുപ്പ് മന്ത്രിയുമായിട്ട് ഇന്ന് ചർച്ച നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും എന്തൊക്കെയായിരിക്കും ചർച്ച നടത്തുക? എപ്പോഴാണ് യോഗം ചേരുന്നത്? എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? അതിര ഇന്ന് രാവിലെ 10 മണിയോടുകൂടെ തന്നെയാണ് വനവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത്. അരിക്കൊമ്പനെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഹൈക്കോടതിയുടെ ഒരു സുപ്രധാനമായ വിധി ഉണ്ടായിരുന്നു. 29 വരെ ഈ അരിക്കൊമ്പനെ പിടികൂടരുത് എന്ന തരത്തിൽ ഹൈക്കോടതിയുടെ ഒരു സുപ്രധാനമായ ഒരു വിധി ഉണ്ടായിരുന്നു. അത് വിധിക്ക് സ്റ്റേ ഉണ്ടായിരുന്നു. 29 വരെ ഈ അരിക്കൊമ്പനെ പിടികൂടുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അരിക്കൊമ്പൻ ഉള്ളത് ഈ ചിന്നക്കനാൽ മേഖലകളിലാണ്. ഇപ്പോഴും അരിക്കൊമ്പൻ ആളുകളെ ഭീതിപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് അരിക്കൊമ്പൻ ഉള്ളത്. ഇടുക്കിയിൽ നിന്നും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നതും. ഈ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് കഴിഞ്ഞ കുറെ ദിവസമായി ഈ അരിക്കൊമ്പൻ ഇടുക്കിയിലും മറ്റും 303 കോളനിയിലടക്കം സൃഷ്ടിച്ചിരുന്നത്. അത് വലിയ രീതിയിലുള്ള ആശങ്കയും ഉണ്ടായിരുന്നു. ഈ അരിക്കൊമ്പൻ ദൗത്യത്തിന് തുടർ നടപടി തീരുമാനിക്കാനാണ് വനംവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത്. ഹൈക്കോടതിയിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ചർച്ചയാകും. ഈ ദൗത്യം 29 വരെ നിർത്തിവെക്കാനാണ് ഹൈക്കോടതി ഉത്തരവ്. ഈ ജനങ്ങളുടെ പ്രതിഷേധം പരിഗണിച്ചായിരിക്കും സർക്കാരിന്റെ ഒരു പുതിയ നിലപാട് വരാൻ സാധ്യതയുള്ളത്. ആനയെ പിടികൂടുക എന്നത് അവസാന നടപടി എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ബദൽ മാർഗം സ്വീകരിക്കണമെന്നാണ് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത്. ഈ മൃഗസംരക്ഷണ സ്നേഹികളുടെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു വിധി വരാനുള്ള കാരണം. ഏതായാലും അരിക്കൊമ്പന്റെ സൂര്യവിഹാരം ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. ആതിര, അതുപോലെ തന്നെ അജി, ഇപ്പോൾ എവിടെയാണ് അരിക്കൊമ്പൻ ഉള്ളത്? അതുപോലെ തന്നെ യോഗത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുക? ആതിര, അരിക്കൊമ്പൻ ഇപ്പോൾ പെരിയമല എസ്റ്റേറ്റിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കാരണം പുലർച്ചെ ആയി വരുന്നതേ ഉള്ളൂ. അരിക്കൊമ്പനെ ഇതുവരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശക്തമായ കോടമഞ്ഞടക്കം ഇവിടെ ഇടുക്കിയിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അരിക്കൊമ്പനെ കണ്ടുകിട്ടുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ഈ പെരിയമല എസ്റ്റേറ്റിലാണ് അരിക്കൊമ്പൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പെരിയമല എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ചായിരിക്കും ഈ വനം വകുപ്പിന്റെ താൽക്കാലിക സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നത്. പ്രത്യേകിച്ച് ഈ അരിക്കൊമ്പനെ പിടികൂടാൻ വേണ്ടി 5ഓളം കുങ്കിയാനകളെയാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്, ഈ ഇടുക്കിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ 5ഓളം വരുന്ന കുങ്കിയാനകളെ അവർക്ക് വേണ്ട വിദഗ്ധ പരിശീലനം, അതായത് കാലാവസ്ഥയോട് ഇണങ്ങുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. കോന്നി സുരേന്ദ്രനും കുഞ്ചുവും അടക്കമുള്ള ആനകളാണ് ഈ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഈ അരിക്കൊമ്പനെ മെരുക്കുവാൻ വേണ്ടി ഇടുക്കിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ അരിക്കൊമ്പന് കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ അരിക്കൊമ്പനെ എവിടെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. കാരണം പുലർച്ചെയാണ്, രാത്രികളിൽ ആനകൾ ഉറങ്ങാറാണ് പതിവ്. ആ ഉറങ്ങിക്കഴിഞ്ഞ ആനകൾ എഴുന്നേൽക്കുന്ന ഇത്ര മണിക്കൂറുകൾക്ക് ശേഷമാണ് ആനകൾ എഴുന്നേൽക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആന ഈ എസ്റ്റേറ്റിനുള്ളിൽ തന്നെയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആതിര, ഹൈക്കോടതിയിൽ സ്വീകരിക്കേണ്ട നിലപാടിനെ കുറിച്ചാകുമോ ഇന്ന് പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് നടക്കുക? അതുപോലെ തന്നെ ഇനി മറ്റു 2 കുങ്കിയാനകളും ദൗത്യസംഘവും ഇടുക്കിയിൽ എത്തിച്ചേരാനുണ്ട്. 29-ാം തീയതിക്ക് ശേഷം ഇനിയും ആനയെ പിടികൂടാനുള്ള ദൗത്യം ആരംഭിക്കുക. അതിനെക്കുറിച്ചൊക്കെ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഈ ഹൈക്കോടതി സുപ്രധാനമായി പറഞ്ഞ കാര്യം ആനയെ പിടികൂടുന്നതല്ലാതെ ബദൽ മാർഗം സ്വീകരിക്കുക എന്നുള്ളൊരു നിലപാടാണ് ഹൈക്കോടതി എടുത്തത്. ഹൈക്കോടതി സ്വീകരിച്ച നിലപാട് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബദൽ മാർഗങ്ങൾ ഉണ്ടോ എന്നുള്ളത് വനം വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ബദൽ മാർഗം ഏതെങ്കിലും തരത്തിൽ ഉണ്ടോ എന്ന് ഹൈക്കോടതി പരിശോധിക്കുന്നുണ്ട്. അതായത് ഈ ആനയെ പിടികൂടുന്നതിലുള്ള ബദൽ മാർഗങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഹൈക്കോടതി പരിശോധിക്കുന്ന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ഉരുതിരിഞ്ഞു വരാനുള്ളതും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തന്നെയായിരിക്കും. അതായത് ഏതെങ്കിലും തരത്തിൽ ആനയെ, അതായത് മയക്കുവെടി വെക്കാതെ, അതായത് മെരുക്കിയെടുക്കാതെ, സ്വാഭാവികമായിട്ടും അരിക്കൊമ്പനെ പിടികൂടി കഴിഞ്ഞാൽ അതിനെ പരിശീലനം നൽകി കുങ്കിയാനകളാക്കിയാണ് മാറ്റുന്നത്.
കോടനാട് കൊണ്ടുവന്ന് നമുക്കറിയാം ആനകളുടെ ദുർഗുണ പരിഹാര പാഠശാലയാണ് കോടനാട് എന്ന് പറയുന്നത്. ഈ കോടനാട് എത്തിച്ച് അവിടെ നിന്നും പരിശീലനം നൽകി കുങ്കിയാന പരിശീലനം നൽകുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. അത്തരത്തിൽ ഉള്ള നീക്കങ്ങളിലേക്കായിരിക്കും വനം വകുപ്പ് പോകുന്നത്. ആതിര. വ്യക്തമാണ് അജി. അരിക്കൊമ്പൻ ദൗത്യത്തിന്റെ ഭാവി തീരുമാനിക്കാൻ വനവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരും. കോട്ടയത്താണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നത്. ഹൈക്കോടതിയിൽ സ്വീകരിക്കേണ്ട നിലപാടിനെ കുറിച്ചാകും പ്രധാന ചർച്ച. ആനയ്ക്ക് റേഡിയോ കോളർ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തോ എന്ന് ചോദിച്ചാണ് കോടതി ആനയെ പിടികൂടുന്നത് 29 വരെ തടഞ്ഞത്. ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്ന പ്രതിഷേധമടക്കം പരിഗണിച്ചാകും സർക്കാരും വനവകുപ്പും തുടർ നിലപാട് കൈക്കൊള്ളുക. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അജി കുഞ്ഞുമോൻ.